നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന വിഷയം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെ പറ്റിയിട്ടാണ്. വല്ലാർപാടം പറയുന്നതിന് മുന്നേ നമ്മുടെ വിഴിഞ്ഞം പറയട്ടെ. വിഴിഞ്ഞത്തിൻ്റെ സന്തോഷം എല്ലായിടത്തും അല കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളും. ആദ്യത്തെ കപ്പൽ വന്നു, സാൻ ഫെർണാണ്ടോ. അതുപോലെ തന്നെ ഫീഡർ ഷിപ്പുകളും വന്നു. അപ്പോൾ കൊച്ചിക്കൊപ്പം തിരുവനന്തപുരവും ഇപ്പോൾ കേരളത്തിൻ്റെയും ലോക പോർട്ട് ഭൂപടത്തിൻ്റെയും ആ ഒരു മാപ്പിൽ വലിയൊരു തിലകച്ചാർത്തായി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഒട്ടനവധി പ്രതീക്ഷകൾ ഈ പോർട്ടുമായിട്ടുണ്ട്. ഈ പോർട്ടിൻ്റെ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്ന ഈ അവസരത്തിൽ നമ്മുടെ വല്ലാർപാടത്തിന് എന്താവും? എല്ലാവരുടെയും ചോദ്യം അതായിരിക്കത്തില്ലേ. എന്നാൽ വല്ലാർപാടവും പുതിയ മാനങ്ങളിലേക്ക് ഉയരുകയാണ്, അല്ലെങ്കിൽ പുതിയ തലങ്ങളിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അതിൻ്റെ ആഴം ഇപ്പോൾ 14 മീറ്ററാണ്. അത് 16 മീറ്ററിലേക്ക് ഉയർത്താനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കൺസൾട്ടൻസിയെ ഉടനെ തന്നെ നിയമിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഡ്രോട്ട് അത് കൂട്ടിയേ മതിയാകത്തുള്ളൂ. പക്ഷേ ഇത് കൂട്ടിയാലും നമുക്ക് അവിടുത്തെ ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആവും വല്ലാർപാടം പോർട്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ തിരുവനന്തപുരത്തെ ആ ഹ്യൂജ് പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ വല്ലാർപാടം പോർട്ടും നമുക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് ഉതകുന്ന ഒന്നാണ്. നിലവിൽ ബെർത്ത് എന്ന് പറയുന്നത് 600 മീറ്ററാണ്. അതിൽ 350 മീറ്റർ കൂടെ ഉയർത്താനുള്ള പദ്ധതിയും ഇപ്പോൾ ആലോചനയിലാണ്. അതുമാത്രമല്ല, വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് കപ്പലുകൾ ഇവിടെ എത്തിക്കാനാണ് ഇപ്പോൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ പ്രതീക്ഷ വയ്ക്കുന്നത് വലിയ കപ്പലുകൾ നമ്മുടെ ഈ തുറമുഖത്തേക്ക് അടുപ്പിക്കാനാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈ കഴിഞ്ഞ ജൂണിൽ ഏകദേശം 79,044 TEU ഇത്രയും കണ്ടെയ്നറാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു പുതിയ റെക്കോർഡാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം വല്ലാർപാടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. കുറേ കാലം ഈ വല്ലാർപാടം എന്ന് പറയുന്നത് ഒരു അധികം നമുക്ക് വരുമാനമൊന്നും തരാതെ നിൽക്കുന്ന ഒരു സംഗതിയായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ. ഇത് മാർച്ച് മാസം നോക്കുകയാണെങ്കിൽ, ഈ വർഷത്തെ മാർച്ച് മാസം തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 75,200ഓളം EU കണ്ടെയ്നേഴ്സാണ് ഇവിടെ ഹാൻഡിൽ ചെയ്തത്. എന്നാൽ ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7,54,237 TEU കണ്ടെയ്നേഴ്സാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് തന്നെ നമ്മുടെ ആ ഒരു മൊത്തം 100% ആ ഒരു ഫുൾ കപ്പാസിറ്റിയിലല്ല പോകുന്നത്. ഇവിടെ ഏകദേശം നമുക്ക് 10 ലക്ഷത്തോളം TEU കണ്ടെയ്നേഴ്സ് പ്രതിവർഷം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതേസമയം മൊത്തം പദ്ധതിയുടെ 75% മാത്രമാണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ലാഭത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വളരെ കാലം വരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെയധികം ലാഭത്തിലൊന്നും ആയിരുന്നില്ല നമ്മുടെ ഈ പറയുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫീൽഡിൽ പ്രമുഖരായിട്ടുള്ള നമ്മുടെ DP വേൾഡാണ്, അല്ലെങ്കിൽ വളരെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള DP വേൾഡാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. 30 വർഷത്തെ കരാറായിട്ടാണ് ഇപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 വർഷത്തിന് ശേഷം അത് കൊച്ചിൻ പോർട്ടിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു DP വേൾഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, DP വേൾഡ് വളരെയധികം അത്യാധുനികമായിട്ടുള്ള പല സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടെയ്നർ ടെർമിനലിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഇടക്കാലത്ത് വന്നു കഴിഞ്ഞാൽ MSC മാര എന്ന് പറയുന്ന ഷിപ്പാണ്. ഈ ഷിപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 364 മീറ്ററാണ്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 51 മീറ്ററുമാണ്. ഏകദേശം 15,000ഓളം TEU ശേഷിയുള്ള ഒരു കപ്പലാണ് ഈ പറയുന്ന MSC മാര. ഇത് ഇവിടെ വരുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. എല്ലാവരും ഐക്കോണിക് ആയിട്ടൊരു ഷിപ്പ് തന്നെയാണ് MSC മാര എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഈ ഇടയ്ക്ക് വല്ലാർപാടം കൈകൊണ്ട് വരുന്നുണ്ട്. അതായത് ഉയർച്ച എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഴിഞ്ഞത്തിനൊപ്പം ഈ പറയുന്ന വല്ലാർപാടം എന്ന് പറയുന്ന പോർട്ടും വളരുമ്പോൾ വളരെയധികം സാമ്പത്തിക നേട്ടമായിരിക്കും കേരളത്തിലേക്ക് വരുന്നത്. ആരോഗ്യപരമായിട്ടൊരു മത്സരം നല്ലത് തന്നെയാണ്, പക്ഷേ ടോക്സിക് ആയിട്ടൊരു മത്സരം ഒരിക്കലും നല്ലതല്ല. അപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു സത്വം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടുപേരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാം. അതല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. കാരണം എന്താണോ അതത് പോർട്ടുകൾ വിഭാവനം ചെയ്തത് അത് ചെയ്തു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. തമ്മിൽ പാര വയ്ക്കാനോ അല്ലെങ്കിൽ തമ്മിൽ മറ്റു പരിപാടികൾ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിന് തന്നെയാണ് ഭീമമായ നഷ്ടം വരുന്നത്. അങ്ങനെ വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസ്വല്പമൊക്കെ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് കേരളീയ ജനത എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു.
അതുപോലെ തന്നെ ഈ ഇടയ്ക്കാണ് 2 ഷിപ്പ് ടു ഷോർ മെഗാ മാക്സ് ക്രെയിനുകൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് DP വേൾഡ് 2024 ജൂണിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ അവരുടെ 3ാമത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. അപ്പോൾ ഇതൊക്കെയാണ് വല്ലാർപാടത്തെ കുറച്ച് വിഷയങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ 2 പോർട്ടുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. നേരത്തെ നമ്മൾ വാധ്വാൻ പോർട്ട് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരിക്കലും നമുക്ക് കൊച്ചിയും തിരുവനന്തപുരവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് പോർട്ട്, ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള പോർട്ടാണ്. അതേപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ് നമ്മുടെ വല്ലാർപാടം കേരളത്തിലും ഇന്ത്യയിലും നടത്താനായിട്ട് പോകുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ഒരു ആസ്പെക്ട്സ് വ്യത്യാസമാണ്, രണ്ടിൻ്റെയും കപ്പാസിറ്റിയും വളരെയധികം ഡിഫറൻ്റാണ്. ആ ഒരു ടോപ്പോഗ്രഫി നോക്കിയാലും ഡിഫറൻ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് രണ്ടുപേരും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ നാച്ചുറലായിട്ടുള്ള വിഴിഞ്ഞവും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഡ്രഡ്ജിങ് ഒക്കെ വേണ്ട വല്ലാർപാടവും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇത് രണ്ടും നമ്മുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പോർട്ടുകൾ തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ ചെറിയ കേരളത്തിലെ വെറും 600 കിലോമീറ്റർ മാത്രം വടക്ക് മുതൽ തെക്ക് വരെ ദൂരമുള്ള ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഈ 2 ഹ്യൂമങ്കസ് ആയിട്ടുള്ള പോർട്ട് വരുന്നത്, അതിലും ഒരു ഐക്കോണിക് പോർട്ടായിട്ട് ട്രിവാൻഡ്രം മാറുന്നു. ആ ട്രിവാൻഡ്രത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വല്ലാർപാടം വളരെയധികം നല്ല രീതിയിൽ നിലകൊള്ളുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു 2 പോർട്ടുകളുടെയും ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവരെല്ലാം തമ്മിൽ മത്സരിക്കാതെ, ഞാൻ പറഞ്ഞു മത്സരിച്ചോട്ടെ ആരോഗ്യപരമായിട്ട്, പക്ഷേ വേറൊരു തരത്തിലുള്ള മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ എല്ലാവരും ഒരു സന്തോഷത്തോടു കൂടിയിട്ടും ഐക്യത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തെ വളരെയധികം ഒത്തിരി ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഴിഞ്ഞമൊക്കെ പറയുമ്പോൾ വിഴിഞ്ഞത്തിന് അത്യാവശ്യം ഇനി അടുത്ത് വരേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. ആദ്യം തന്നെ ആ റോഡ് പെട്ടെന്ന് നിർമ്മിച്ചെടുക്കുക. വരുന്ന വർഷങ്ങളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ റെയിൽവേയും അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് നമ്മുടെ തിരുവനന്തപുരം പോർട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ വല്ലാർപാടം പോർട്ടും അവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. അവരും വളരട്ടെ, തിരുവനന്തപുരവും വളരട്ടെ, വല്ലാർപാടവും വളരട്ടെ, എല്ലാവരും വളരട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വല്ലാർപാടമായിരുന്നാലും തിരുവനന്തപുരമായിരുന്നാലും ഒരുമിച്ച് നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തിനെയും നമുക്ക് അതിലൂടെ വളർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം പ്രണാസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.